ഇല്ലെങ്കിൽ 2 സിന്ദാബാദ് വിളി. അതുകൊണ്ട് ആദ്യം തന്നെ പറയട്ടെ, കല്യാണം കഴിയുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുവെങ്കിൽ യാതൊരു കാരണവശാലും നമ്മുടെ ഒറിജിനൽ പ്രൂഫിനകത്ത് നമ്മുടെ സർട്ടിഫിക്കറ്റിലുള്ള പേര് മാത്രമല്ലാതെ വേറെ ഒന്നും വെക്കരുത്. ഞാൻ എൻ്റെ ഫുൾ പേര് മാറ്റുമല്ലോ, എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം. കൊട്ടാരക്കര നടുവ് വന്നിട്ട് പച്ചക്കറികൾ നോക്കുന്ന ഞങ്ങൾ എനിക്കറിയാം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നേരെ ചായയെന്ന് പറഞ്ഞാൽ വരുന്നത്. എൻ്റെ കാര്യങ്ങളെല്ലാം പെൻഡിങ് ആണ്. കാരണം ജോസാൻ എല്ലാ കാര്യം ജോസാൻ്റെ സമയാസമയങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പോഴേ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാത്തിരിക്കുന്ന കുറേ പേരുണ്ട്. പക്ഷെ അവരൊക്കെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകാറുണ്ട് കേട്ടോ. അങ്ങനെയുള്ളവർ ഇപ്പം തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അപ്പം ഞാൻ ആദ്യം തന്നെ ഇത് പറഞ്ഞത് പലരും മറന്നു പോകാറുണ്ട്. ഞാൻ ഇതുപോലെ ചില വീഡിയോകളിൽ ലൈക്ക് ചെയ്യണമെന്ന് പറയാറുണ്ട്. അന്നേരം എനിക്ക് കമൻറ്റും വരാറുണ്ട്, ചേച്ചി പറയുമ്പോഴാണ് ലൈക്ക് ചെയ്യണം എന്ന് ഓർക്കുന്നതെന്ന്. അപ്പം അങ്ങനെ മറന്നു പോകുന്നവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ആദ്യം തന്നെ പറഞ്ഞത് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടേ. എന്തോ പറയണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങള് അടൂരോട്ട് പോവുകയാണ് കേട്ടോ. ഞാൻ അടുത്ത ഡയലോഗ് പറയുന്നത് കേട്ടിട്ട് വീണ്ടും ഇപ്പം ജോസ്യാൻ പറയും എല്ലാ വീഡിയോയിലും ഇതേ പറയാനുള്ളത്. ഇത് സത്യമായിട്ടും കുറേ നാളായിട്ട് പെൻഡിങ് വെച്ചിരുന്നതാണ് കേട്ടോ. ഓരോ പ്രാവശ്യവും പോകണമെന്ന് തീരുമാനിക്കും, എന്തേലും ഇഷ്യൂ വരും, ഒന്നും അല്ലെങ്കിൽ പോകുന്ന സ്ഥലം അവധിയായിരിക്കും. ഇങ്ങനെയൊക്കെ മാറ്റി വെച്ചതാണ് കുറേ നാളായിട്ട്. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ ബോംബെയിലെ ബാങ്ക് അക്കൗണ്ട് IDBI ബാങ്ക് അക്കൗണ്ട്, അത് ഞാൻ പല ബാങ്കുകളും യൂസ് ചെയ്യുന്നുണ്ട്. ബോംബെയിൽ തന്നെ താനെ ജനത യൂസ് ചെയ്യുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു അവിടുന്ന് വന്നേ പിന്നെ ഒറ്റ ട്രാൻസാക്ഷനും അധികം നടന്നിട്ടില്ല താനെ ജനതയിൽ. എങ്കിലും ഇപ്പോഴും എൻ്റെ ആ നെറ്റ് ബാങ്കിങ് ഉണ്ടല്ലോ, അത് ബ്ലോക്ക് ആയിട്ടില്ല. ഞാൻ ഇപ്പോഴും നെറ്റ് ബാങ്കിങ് നോക്കുന്നുണ്ട്. ഇടയ്ക്കൊക്കെ ഓപ്പൺ ചെയ്ത് അതിൻ്റെ പാസ്വേഡ് മാറ്റണമെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ IDBIയുടെ എന്ന് വെച്ചാൽ എനിക്ക് നെറ്റ് ബാങ്കിങ് ഓപ്പൺ ചെയ്യാം, പക്ഷേ ട്രാൻസാക്ഷൻ ഒന്നും പറ്റുന്നില്ല. അതിനകത്തോട്ട് പൈസ ഇടാനും പറ്റത്തില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാനും പറ്റത്തില്ല, സ്റ്റേറ്റ്മെൻറ്റ് നോക്കാനും പറ്റില്ല, ഒന്നുമില്ല. എല്ലാ വർഷവും അല്ലെങ്കിൽ മാസവും മെയിൻ്റെനൻസ് ചാർജ് പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ കസ്റ്റമർ കെയറിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് ഉറുക്കൊടലി ആണ്. അപ്പം കസ്റ്റമർ കെയറിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് അത് അവിടെ ചെന്നിട്ട് പാൻ കാർഡൊക്കെ അപ്ഡേറ്റ് ചെയ്യണം, അങ്ങനെ അത് കഴിഞ്ഞെങ്കിലേ ബ്ലോക്ക് മാറത്തുള്ളെന്ന്. ഞാൻ അവരടുത്ത് പറഞ്ഞു ഞാൻ പല ബാങ്കുകളും യൂസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഇതുവരെയും ബ്ലോക്ക് ചെയ്തിട്ടില്ല, ഇതെന്താണ് റീസൺ? എന്നാൽ IDBIയിൽ ഇടയ്ക്ക് ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടായിരുന്നു, എന്നിട്ട് പോലും അത് ബ്ലോക്കായി. അപ്പോൾ ആദ്യം വിചാരിച്ചത് എങ്കിൽ അക്കൗണ്ട് ക്യാൻസൽ ചെയ്യാമെന്ന്, പിന്നെ വിചാരിച്ചു ഇവിടെ. അന്നേരം നമ്മൾ നോക്കിയപ്പോൾ അടൂരേ ഉള്ളൂ IDBIയുടെ ബ്രാഞ്ച്, കൊട്ടാരക്കരയൊന്നുമില്ല, അടൂരേ ഉള്ളൂ. അങ്ങനെ ആ ബാങ്ക് അക്കൗണ്ട് ഇവിടെ നമ്മുടെ നാട്ടിലോട്ടാക്കാൻ വേണ്ടി അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് പോവുകയാണ് ബാങ്കിൽ. ഇതാണ് വിഷയം. പിന്നെ കുറേ പ്രാവശ്യമായിട്ട് പോകണമെന്ന് വിചാരിച്ചതാണ് അന്ന്. പക്ഷേ നമ്മൾ കുമ്പനാട് പോയപ്പോൾ ഞായറാഴ്ചയാണല്ലോ, അവധിയാണ്. ഈ ബാങ്ക് സാറ്റർഡേയും അവധിയാണ്. നെറ്റിൽ നോക്കിയപ്പോൾ സാറ്റർഡേ അവധിയാണ്, 4 മണി വരെ ഉള്ളൂ. അപ്പോൾ രാവിലെ ഇറങ്ങിയതാണ് കേട്ടോ. ദിവസാന് ഫോൺ വരുന്നു. അപ്പോൾ കുമ്പനാട്ട് പോയ വീഡിയോ കണ്ടിട്ട് കുറേ പേര് എനിക്ക് വാട്സപ്പിലൊക്കെ മെസ്സേജ് ഇട്ട് കേട്ടോ. ഇപ്പം പേടി മാറിയെന്ന് തോന്നല്ലോ, കൂളായിട്ട് ഓടിക്കുന്നുണ്ടല്ലോ, കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന്. ജോസ്യൻ കൂളായിട്ട് ഓടിക്കും. അന്നും ജോസ്യന് ഭയങ്കര കോൺഫിഡൻസ് അല്ല, ഓവർ കോൺഫിഡൻസ് ആണ്. എനിക്കാണ് പേടി. ബാക്കി ആര് വണ്ടി ഓടിച്ചാലും പറപ്പിച്ചു വിട്ടാലും എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ പുറകെ കൂളായിട്ട് ഇരിക്കും, ഉറങ്ങും. ജോസ്യൻ ഓടിക്കുമ്പോൾ ഉള്ളിലൊരു ആന്തലാണ്. ഓപ്പോസിറ്റ് സാമനയൊക്കെ വണ്ടി വരുമ്പോഴോ ആരെങ്കിലും ക്രോസ് ചെയ്യുമ്പോഴോ
അല്ലെ സൈഡിൽ ആരെങ്കിലും ഉണ്ടെങ്കിലോ ഓവർടേക്ക് ചെയ്ത് പോകുമ്പോഴോ, നമ്മുടെ വണ്ടി ഓവർടേക്ക് ചെയ്ത് ചിലർ തൊട്ടില്ലെന്നുള്ള മട്ടിലാണ് പോകുന്നത്. ഓപ്പോസിറ്റിൽ നിന്ന് ഭയങ്കര ഫാസ്റ്റായിട്ടൊക്കെ ബസ് വരുമ്പോഴോ ഒക്കെ എൻ്റെ അടിവയറ്റിൽ നിന്ന് ഒരു തീ ഇങ്ങോട്ട് വരും. ആദ്യമൊക്കെ ഞാൻ അയ്യോ എന്ന് വിളിക്കുമായിരുന്നു, ഇപ്പൊ പിന്നെ മിണ്ടാതിരിക്കും. എന്നിട്ട് ക്രോസ് ചെയ്യുമ്പോഴൊക്കെ ജോസാൻ ഞാൻ പറയുന്നു യോ തോണ്ട അപ്പച്ചൻ അമ്മച്ചി ഇതൊക്കെ പറയായിരുന്നു, ഇപ്പൊ മിണ്ടാതിരിക്കും കേട്ടോ. ഇങ്ങനെയുള്ള ആളാ ഡ്രൈവിംഗ് പഠിക്കുന്നത്. ആ ഒരു പേടിയുണ്ട്, എല്ലാവർക്കും കാണുമായിരിക്കും, എനിക്കറിയില്ല കേട്ടോ. എനിക്ക് പേടിയുണ്ട്. അതാണ്ട് ഇപ്പൊ തന്നെ കണ്ട അത് പോയത്. അപ്പൊ എനിക്കങ്ങ് പേടിയാ. എന്റെ വിചാരം ഇത് വണ്ടി ഈ റോഡും കഴിഞ്ഞ് അങ്ങ് അപ്പുറത്തൂടെ ഓടുന്നതെന്നാണ് എന്റെ ചിന്ത. അതുപോലെ റോഡ് ക്രോസ് ചെയ്യുന്നവർ ഞാൻ വണ്ടി ഇരുന്ന് പറയും യോ താണ്ട അവർക്ക് ഒന്ന്, കാരണം ദൂരെ ക്രോസ് ചെയ്യുമ്പം ഞാൻ ഇവിടെ നിന്ന് മനസ്സിൽ പറയും പെതുക്കെന്ന്. അന്നേരം ജോസൻ പറയും അത് അവർക്ക് അറിയാം, നമുക്കും അറിയാം, അതിന്റെ കൺട്രോൾ ഉണ്ട്. ഇതെല്ലാം പൊട്ടത്തരവാ നീ പറയുന്നത്. എനിക്കുള്ളിലൊരു പേടി. ഞാനന്ന് ആദ്യമായിട്ട് പേടി എന്ന് പറഞ്ഞ് കമന്റ് ഇട്ടപ്പോ ആരാന്നറിയത് ജോസ്മിയാന്ന് തോന്നുന്നു. എനിക്കൊരു കമന്റ് ഇട്ട് ചേച്ചി വണ്ടിയിൽ ഞാൻ മുറുക്കി പിടിച്ചിരിക്കും. അന്നേരം ഹസ്ബൻഡ് പറയുന്ന എന്റെ കാലിലാ ബ്രേക്കും ക്ലച്ചും, നിന്റെ കാലിലല്ല. അപ്പൊ എന്നെ പോലുള്ള എല്ലാ വീട്ടമ്മമാരും ഇങ്ങനെ തന്നെ, ഞാൻ മാത്രമല്ല. എല്ലാവർക്കും ഇതുപോലെയാണ്. മറ്റുള്ളവർ ഓടിക്കുമ്പോൾ ഫ്രീ ആയിട്ടിരിക്കും, കൂളായിട്ടിരിക്കും. നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും ഓടിക്കുമ്പോൾ നമുക്കങ്ങ് ഭയമാണ്. അതുകൊണ്ട് ജോസന്റെ കസേരകൾ ഇരിക്കും, നല്ല ബേസിനുകളും കൊട്ടകളും ഒക്കെ ഇരിക്കുന്നു. ഞങ്ങള് പുത്തൂരെത്തി. പുത്തൂരല്ല ഇത്, പുത്തൂർ മുക്ക്. കിടക്കുന്നുണ്ട്. നമ്മുടെ ആളുകളാണോ? സെയിം റൂട്ടാണോ? ഓരോ ദിവസം ഓരോ റൂട്ട് പിടിച്ച് വെളിയിൽ നല്ല വെയിലാ. തീയാണ്, തീ. അയ്യോ സഹിക്കാൻ പറ്റത്തില്ല. നാട്ടിലുള്ളവർക്ക് അറിയാം, നാട്ടിന് പുറത്തുള്ളവർക്ക് അറിയത്തില്ല എത്രത്തോളം മനസ്സിലാവും. നാട്ടിൽ ഭയങ്കര ചൂടാണ് കേട്ടോ. കാരണം ഇപ്രാവശ്യം തണുപ്പ് സമയത്ത് തണുപ്പില്ലായിരുന്നു. ഡിസംബർ ഒക്കെ ആകുമ്പോൾ നല്ല തണുപ്പ് വരണ്ടല്ലേ, അന്നേരവും ചൂടായിരുന്നു. അതുകൊണ്ട് ഇനി ചൂട് സമയം തുടങ്ങിയതേ ഉള്ളൂ. ഇനിയിപ്പോൾ മാർച്ചൊക്കെ ആകുമ്പോൾ എന്തു ആവും അവസ്ഥയെന്ന് അറിയില്ല. ആരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാലും ചൂടുണ്ടോ, രാത്രി ഉറങ്ങാൻ പറ്റുന്നുണ്ടോ, ഇതാണ് ചോദ്യം. അത്ര ചൂടാണ്. അപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യുന്ന വീഡിയോ ഇട്ടപ്പോൾ എനിക്കിപ്പോൾ ഈ വാട്സപ്പിൽ കോണ്ടാക്ട് ഉള്ളതുകൊണ്ട് കൂടുതൽ ആളുകൾ വാട്സപ്പിലാണ് മെസ്സേജ് ഇടുന്നത്. വീഡിയോയുടെ താഴെ കമന്റ് ഇട്ടായിരുന്നു, എല്ലാവർക്കും ഒന്ന് വായിക്കായിരുന്നു. ഇത്രയും പേരൊക്കെ കമന്റ് ഇടുന്നുണ്ടല്ലോ എന്നൊന്ന് ചിന്തിച്ചേനെ. കൂടുതലും വാട്സപ്പിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള യാത്ര ചെയ്യുന്ന വീഡിയോകൾ വേണം, പ്രകൃതിയൊക്കെ കാണിക്കണം, നല്ല ഭംഗിയാണ് പ്രകൃതി ഭംഗിയൊക്കെ. അത് കേരളത്തിന് പുറത്തുള്ളവർക്കാണ് കൂടുതലും താല്പര്യം കേട്ടോ അതൊക്കെ കാണാൻ. നമ്മുടെ നാടൊക്കെ കാണുമ്പോൾ അവർക്കൊരു സന്തോഷമാണല്ലോ. അതുകൊണ്ട് എന്നാൽ നാട്ടിലുള്ളവർക്കൊക്കെ അത് എന്തോന്ന് കാണാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുകയായിരിക്കും. അതായത് നമ്മൾ ഈ പഴങ്ങഞ്ഞിയൊക്കെ കുടിക്കുന്നത് നാട്ടിലുള്ളവർക്കൊക്കെ ശീശി വലിയ ഇതാണ്. അതേസമയം പുറത്തോട്ടൊക്കെ ഉള്ളവർക്ക് അതൊക്കെ കഴിച്ചിട്ടുള്ളവർക്ക് അതിൻ്റെ ഫീലിങ്സ് മനസ്സിലാവും. അതൊക്കെ അതുപോലെയാണ്. നമുക്ക് അവിടെ നിൽക്കുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ നന്നായിട്ട് തോന്നും, ഇവിടെ നിൽക്കുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾ നന്നായിട്ട് തോന്നും. ദിവസം എന്തോ ഗിയർ മാറ്റാൻ പോയോ? കൈ അതേ പിടിച്ച് അധികം തിരക്കില്ല റോഡില്, ഈ സമയമായോണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ ബോംബെയിലെ IDBI ബ്രാഞ്ച് ആണല്ലോ. അപ്പോൾ കസ്റ്റമർ കെയർ വിളിച്ചപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ഞാനിപ്പോൾ കേരളത്തിലാണ്, ഓൺലൈൻ വഴി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അത് പറ്റില്ല. പിന്നെ ഞാൻ റിക്വസ്റ്റ് ചെയ്തു എൻ്റെ ഫ്രണ്ട്സിനെയും കൊണ്ട് എൻ്റെ ഡോക്യുമെൻറ്റ്സ് അവിടെ ബാങ്കിൽ സബ്മിറ്റ് ചെയ്താൽ നടക്കുമോ എന്ന്. അതും പറ്റില്ല. അന്നേരം അവർ തീർത്തും പറയുന്നത് ഒന്നുകിൽ ബ്രാഞ്ചിൽ വരണം, അതല്ലെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും IDBIയുടെ ബ്രാഞ്ചിൽ പോയിട്ട് അവിടെ വേണമെങ്കിലും KYC അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെയാണ് പിന്നെ ഈ അടൂര് കണ്ടുപിടിച്ചത് കേട്ടോ. കാരണം നെറ്റിലൊക്കെ നോക്കിയപ്പോൾ അടുത്തുള്ളത് അടൂരാണ്, വേറെ ഒന്നും അത്ര അടുത്തുള്ളതായിട്ട് തോന്നിയില്ല. അതുകൊണ്ടാണ് അങ്ങോട്ട് പോയത് കേട്ടോ. ഞാൻ കുറെ റിക്വസ്റ്റ് ചെയ്തു കസ്റ്റമർ കെയർ വഴി, ഞാൻ കേരളത്തിലാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത്, പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നാ പറയുന്നത്. ഏനാത്ത് ടൗൺ ഞാൻ കഴിഞ്ഞ
തിരുവല്ലയുടെ വീഡിയോ, കുമ്പനാട് പോയ വീഡിയോ ഇട്ടപ്പം ഒരു സ്ഥലം എത്തിയപ്പം ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ വലത്തോടുള്ള റോഡ് ഒരു 2 മിനിറ്റ് പോയാൽ എൻ്റെ വീടാ ചേച്ചിന്ന് പോയി പറ. ആദാമിൻ്റെ മീൻകട എന്തൊക്കെ പേരാണോ. ദൈവക്ഷേത്ര, ശബരിമല ഇടത്താവളം. നീ ഒരു കാര്യം ചെയ്യ്, എന്താണ് മാപ്പിടും. അപ്പൊ ഞാൻ മാപ്പിടട്ടോ. കൊട്ടാരക്കര നടുവ് വന്നിട്ട് പച്ചക്കറികൾ നോക്കുന്ന ഞങ്ങൾ. ആ നല്ലുള്ളിയാണല്ലോ. 50 രൂപ. സവാളയും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പിന്നെ ഉണക്കുള്ളിയാന്ന് തോന്നുന്നു. സൗണ്ട് കേൾക്കുമ്പോൾ അറിയത്തില്ല ഉണങ്ങിയതാണ്. ഇതിനായിരുന്നു വില. പാവയ്ക്ക് 1 കിലോ 40 രൂപ. ഇപ്പൊ വിലക്കുറവുണ്ടെന്ന് പറഞ്ഞാൽ ഈ 2 ഐറ്റേ ഉള്ളൂ. ഇടയ്ക്ക് അതിനായിരുന്നു വില. 2 ആഴ്ച മുമ്പ്. ഇപ്പൊ അതിന് കുറഞ്ഞു. പക്ഷെ വെളുത്തുള്ളി സവാളയും കൂടെ തരണേ. വേറെന്താ എന്തോ ആ ബാങ്കിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് പച്ചക്കറിയുടെ വണ്ടി കണ്ടത്. ബാങ്കിലെ കാര്യങ്ങൾ പെട്ടെന്ന് കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ബാങ്കിൽ കയറി കഴിഞ്ഞപ്പോൾ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി. ഞാനെങ്കിൽ അവിടെ ചെന്നിട്ട് ഇത്തിരി വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ. പക്ഷെ അകത്ത് കയറിയപ്പോൾ ഫുൾ ബ്ലാങ്ക് ആയിപ്പോയി. എല്ലാ ഫോമും ഒക്കെ ഫില്ല് ചെയ്തുകൊണ്ടിരുന്നു, മറന്നുപോയി. അങ്ങനെ കുറച്ച് കൊച്ചുള്ളി, സവാള ഇത് രണ്ടുമേ മേടിച്ചുള്ളൂ. ആ കഴിഞ്ഞ പ്രാവശ്യം ഹോട്ടലിൽ കയറിയപ്പോൾ ഞാൻ ചിക്കൻ ബിരിയാണി പറഞ്ഞപ്പോൾ ജോസാൻ ഊണ് മതിയെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനും പറഞ്ഞു എങ്കിൽ ഊണ് മതി, 2 പേരൂടെ സെപ്പറേറ്റ് കഴിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇപ്രാവശ്യം കയറിയ ഉടനെ ജോസാൻ പറഞ്ഞു ബിരിയാണി കഴിക്കാം നമുക്ക്, ജോസാന് ചിക്കൻ ബിരിയാണി മതിയെന്ന്. അപ്പോൾ ഞാനും പറഞ്ഞു ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു, ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും പറഞ്ഞു എങ്കിൽ എനിക്കും ചിക്കൻ ബിരിയാണി മതി. അപ്പം തിരിച്ച് കഴിച്ചു കഴിഞ്ഞ് വണ്ടി കയറിയപ്പോഴാണ് ജോസാൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം നീ ബിരിയാണി വേണമെന്ന് പറഞ്ഞു, ഞാൻ ഊണ് വേണമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ പിന്നെ നീയും അത് കഴിച്ചത്, അതുകൊണ്ടാണ് ഇപ്രാവശ്യം ചിക്കൻ ബിരിയാണി വേണമെന്ന് പറഞ്ഞത്. പക്ഷെ കഴിച്ചു കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാൻ ജോസാൻ്റെ അടുത്ത് പറയുമായിരുന്നു ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നത് തന്നെയാണ് ഒരു തൃപ്തി കേട്ടോ. ഈ ഉച്ച സമയത്തൊക്കെ ബിരിയാണി കഴിക്കുന്നതിനേക്കാളും എനിക്ക് കുറച്ചുകൂടി ഒരു സാറ്റിസ്ഫാക്ഷനായിട്ട് തോന്നുന്നത് ഊണ് കഴിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഇപ്പോൾ ഉച്ചയ്ക്ക് ഏത് ഹോട്ടലിൽ കയറിയാലും ഊണ് മതിയെന്ന്. തയ്യാറെടുപ്പിൽ പപ്പടം പൊടിച്ചിട്ടിരിക്കുന്നു.
നോക്കട്ടെ. മുട്ടയിടും. അപ്പോൾ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ബാങ്കിൽ സമയമെടുക്കും, കാരണം എൻ്റെ അക്കൗണ്ട് മൊത്തത്തിൽ ഇനാക്റ്റീവ് ആയിരുന്നു. അത് ബാങ്കിലേത് ആക്റ്റീവ് ആക്കാൻ ഒരാഴ്ച എടുക്കും. അത് കഴിഞ്ഞിട്ട് അഡ്രസ് ചേഞ്ച് ചെയ്യൊക്കെ നടക്കത്തുള്ളൂ. ആദ്യം അക്കൗണ്ട് ആക്റ്റീവ് ആവണം. അപ്പോൾ അതിൻ്റെ ഫോം ഫില്ല് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള എൻ്റെ ഫോം ഫില്ല് ചെയ്തു. എൻ്റെ ATM 2 വർഷം മുമ്പേ എക്സ്പയർ ആയതാണ്. അപ്പോൾ അതും പുതിയ ATM-ൻ്റെ ഫോം കൊടുത്തു. അക്കൗണ്ട് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ എൻ്റെ നെറ്റ് ബാങ്കിങ് ആക്റ്റീവ് ആവും. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വർഷങ്ങളായിട്ട് ഒരു ട്രാൻസാക്ഷനും ചെയ്യാത്ത എൻ്റെ അക്കൗണ്ടൊക്കെ ഇപ്പോഴും നെറ്റ് ബാങ്കിങ് ആക്റ്റീവാണ്, ഇതെന്താ ഇങ്ങനെ പറ്റിയെന്ന്. അപ്പോൾ അവർ പറയുന്നത് മാസത്തിൽ ഒരു ട്രാൻസാക്ഷനെങ്കിലും നടത്തണ്ടേന്ന്. ഓരോ ബാങ്കിനും ഓരോ റൂളായിരിക്കും. എന്തായാലും ഒരു അക്കൗണ്ട് കിടക്കട്ടെ, ക്യാൻസൽ ചെയ്യാമെന്നാണ് വിചാരിച്ചത് ആദ്യം. പിന്നെ വിചാരിച്ചു കിടക്കട്ടെന്ന്. ഏതെങ്കിലും സമയത്തൊക്കെ ഇത് കൊട്ടാരം വരും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഫുഡൊക്കെ കഴിഞ്ഞു. നിങ്ങളിപ്പോൾ വിചാരിക്കും ഇവരിപ്പം ഡെയിലി പുറത്തുനിന്നാണോ ഫുഡ് കഴിക്കുന്നതെന്ന്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. വല്ലപ്പോഴും അല്ലേ പുറത്തിറങ്ങണം. മാസത്തിൽ ഒരു പ്രാവശ്യം കാണാൻ പോയാലേ. രണ്ടുപേരോട് ഒരുമിച്ച് അങ്ങനെ ഇറങ്ങാറില്ല. പക്ഷെ എൻ്റെ അടുത്ത് പലരും ഇങ്ങോട്ട് പറയാറുണ്ട് കേട്ടോ, എന്തെങ്കിലുമൊക്കെ ഫുഡ് എക്സ്പ്ലോർ എന്നൊന്നും ഇത് പറയാൻ പറ്റത്തില്ല. ഇന്ന് ഞാൻ പിന്നെ ഇച്ചിരി കൂടുതൽ വീഡിയോ എടുത്തെന്ന് അവരൊക്കെ നിന്ന് നോക്കുമായിരുന്നു. എനിക്ക് നാളൊക്കെ എക്സ്പീരിയൻസ് ഇല്ലല്ലോ. ഫുഡ് വ്ളോഗേഴ്സൊക്കെ ആണെങ്കിൽ കാറി കൂവി ചെല്ലുമ്പോൾ തൊട്ട് അവസാനം വരെ ഫുൾ എടുക്കും. നമുക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ, എക്സ്പീരിയൻസ് ആയില്ലല്ലോ. അല്ലെങ്കിൽ ഇനി എക്സ്പീരിയൻസ് ആവണം. അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ പോയത് സ്ഥലം, കഴിക്കുന്ന സ്ഥലം ഇതൊക്കെ കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ജോസിൻ്റെ അടുത്ത് എപ്പോഴും പറയും, നമുക്ക് ആഴ്ച ഒരിക്കലെങ്കിലും വൈകിട്ട് ഒരു ഇച്ചിരി നേരത്തെ ഇറങ്ങിയിട്ട് 7 മണിക്കോ എങ്ങാനും ഓരോ സ്ഥലത്ത് പോയി പോകുന്ന വഴി എന്തെങ്കിലും തട്ടുകട കാണുവാണല്ലോ, അങ്ങനെ എങ്ങാനും എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നതോ വീഡിയോ ഒക്കെ ഇടാമെന്ന്. അങ്ങനെ എന്തായാലും ഇന്നും ഒരുമിച്ചിറങ്ങുമ്പോഴേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ പുറത്തുനിന്ന് കഴിപ്പ്. ദിവസം ഒറ്റയ്ക്കുള്ള പുറത്തുനിന്നൊന്നും കഴിക്കില്ല. ഞാനിവിടെ ഉണ്ടെങ്കിൽ കഴിപ്പുള്ളൂ. പിന്നെ ഇടയ്ക്ക് എനിക്കൊന്ന് ഒറ്റയ്ക്ക് പോകുമ്പോൾ ചായ കുടിക്കും. നീ 4 മണി സമയം ആകുവാണെങ്കിൽ 4 മണിക്കൊരു ചായ, ആ സമയത്തെങ്ങാനും കൊറിയർ അയക്കാൻ പോകുവാണെങ്കിൽ എനിക്കറിയാം വരുന്ന സമയത്ത്. അല്ലെങ്കിൽ നേരെ ചായയെന്ന് പറഞ്ഞാൽ വരുന്നത്. അനക്കം ഇല്ലെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോണം ചായ കുടിച്ചിട്ടാ വന്നേ, അല്ലാതെ കഴിപ്പൊന്നുമില്ല. ഈ ഒറ്റയ്ക്ക് പോകുന്നേ വീട്ടിൽ വന്നേ കഴിപ്പുള്ളൂ. 2 പേരൂടെ ഉള്ളൂ ഹോട്ടലിലൊക്കെ കയറുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ കുപ്പിവെള്ളത്തിൻ്റെ കാര്യം അതാ പറഞ്ഞേ, നമ്മൾ ഇത്രയും നാൾ കയറിയെടുത്ത് ആദ്യമായിട്ടാണ് മിനറൽ വാട്ടർ കൊണ്ടുവെക്കുന്നതും പൈസ എടുക്കുന്നതും. അപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ, കാരണം ഇത്രയും നാൾ ഞങ്ങൾ പല ഹോട്ടലുകളിലും കയറിയിട്ടുണ്ടെങ്കിലും കുപ്പിക്കകത്തുനിന്ന് ഒഴിച്ചു തരുമായിരുന്നല്ലോ. ആദ്യമായിട്ടാണ് മിനറൽ വാട്ടർ വെക്കുന്നത്. അപ്പോൾ എനിക്ക് അറിവില്ലായിരുന്നു അത്. ജോസൻ അറിയായിരുന്നു കേട്ടോ. ഇറങ്ങാൻ നേരം ജോസൻ പറഞ്ഞായിരുന്നു, നമ്മളിതിന് പേ ചെയ്തതാ, വേണമെങ്കിൽ ബാക്കി വെള്ളം എടുത്തോന്ന്. ഞാൻ കളിയാക്കി ജോസൻ, അയ്യേ വെള്ളം എടുത്തോണ്ട് പോന്നോ, എനിക്കറിയില്ലായിരുന്നു. കുറേ കമൻറ്റ് വന്നു കേട്ടോ, ഇങ്ങനെ അതാണ്
അതിന് പൈസ മേടിക്കും. നിങ്ങളുടെ കയ്യിൽ വെള്ളവും കുപ്പിയും ഉണ്ടായിരുന്നല്ലോ, 1-2 ബോട്ടിൽ എടുത്തുകൊണ്ട് പൊക്കൂടായിരുന്നു. അങ്ങനെ അറിവേ ഇല്ലല്ലോ. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എടുത്തുകൊണ്ട് കയറിയേനെ. കാരണം അത്രയും വെള്ളം കയ്യിലുണ്ടായിരുന്നല്ലോ. അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോന്നിനും കയറുമ്പോഴാണ് ഓരോന്നും ശീലിക്കുന്നത്, പുതിയ പുതിയ ശീലങ്ങൾ. നാട്ടിലെ ഹോട്ടലുകളിൽ കുഴപ്പമില്ല, എനിക്ക് കയറാം, സാധാ ഊണ് നമുക്കറിയാന്നേ. ബോംബെയിലൊക്കെയാണ് ആദ്യമൊക്കെ ഞാൻ ചെന്ന്, എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ബോംബെയിലെ ഹോട്ടലുകളിൽ കയറി തുടങ്ങിയത്. കാരണം എന്തോ കഴിക്കണ്ടേന്നറിയില്ല, ഒന്നിൻ്റെ പേരറിയത്തില്ല, ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല. അവിടെ ഈ ഫുഡ് എന്നൊക്കെ പറയുന്ന താലി ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ അങ്ങ് ശീലമായാൽ ഇഷ്ടപ്പെടും. അങ്ങനെ എനിക്കറിയത്തേ ഇല്ല അവിടെ കയറി എന്ത് പറയണം, എങ്ങനെ കഴിക്കണം, ചില ഡിഷുകൾ തന്നെ എങ്ങനെ കഴിക്കണമെന്ന് പോലും അറിയില്ലായിരുന്നു. അപ്പോൾ സാധാ റെസ്റ്റോറൻ്റൊക്കെ ആണെങ്കിൽ പാനിപൂരി, സേവ് പൂരി, മിസൽ പാവ്, പിന്നെ ഈ പേര് പോലും മറന്നുപോയി ഞാൻ കേട്ടോ, മിസല്, ദഹി പൂരി, പലതിൻ്റെയും പേര് മറന്നുപോയി ഞാൻ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളത് എങ്ങനെ കഴിക്കണമെന്നും അറിയില്ല. വടാപ്പാവ് നോർമലായിട്ട്. പിന്നെ ഞങ്ങളുടെ ഓഫീസിലൊക്കെ ഇത്തിരി ലേറ്റായിട്ടാണ് ഓവർ ടൈം ഒക്കെ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ സമോസ, വടാപ്പാവ് ഇതൊക്കെ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് അങ്ങനെ കഴിക്കുക. അത് മാത്രമേ അറിയത്തുള്ളായിരുന്നു. ഗോബി മഞ്ചൂരിയൻ ഞാൻ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാണ് പാനിപ്പൂരി കഴിക്കാൻ തുടങ്ങിയത്. പക്ഷെ ഇപ്പോൾ അതിൻ്റെ ഫാനാണ്. പക്ഷെ ഇപ്പോൾ വർഷങ്ങളായിട്ട് അത് നമ്മുടെ നാട്ടിലെ പാനിപ്പൂരി അവിടുത്തതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഇതുമില്ല. അവിടെ ബോംബെയിലെ മൂത്രം, ഇത് കേരളത്തിലെ മൂത്രം. ബോംബെയിൽ എനിക്ക് സ്ഥിര സ്ഥലം ഉണ്ടായിരുന്നു, നല്ല നീറ്റായിട്ട് ചെയ്യുന്ന, അവിടുന്ന് മാത്രമേ ഞാൻ കഴിക്കത്തുള്ളായിരുന്നു, വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്നത്. ആ പയ്യൻ എന്നെ കാണുമ്പോഴേ അറിയാവുന്നൊരു ഒരാഴ്ച എന്നെ കണ്ടില്ലെന്നുണ്ടെങ്കിൽ അവൻ പിന്നെ ചെല്ലുമ്പോൾ ചോദിക്കും, ദീദി എവിടെ ആയിരുന്നു ഇത്രയും നാള്? സ്ഥിരം കസ്റ്റമർ ആയിരുന്നു. ഇനി എന്തോ പറയുന്നേ? ഈ ഒന്നുമില്ലെങ്കിൽ 2 സിന്താബോളി. വീഡിയോയിൽ നമ്മൾ രണ്ടും മാച്ചിങ് പോലെ തോന്നുന്നു. ഏകദേശം ഇച്ചിരിക്ക് മാച്ചിങ് ഉണ്ട്. എവിടെ എത്തി വെച്ചാ? കൊട്ടാരക്കര എത്തി. ഞാൻ അറിഞ്ഞില്ല. സിഗ്നല് കൊട്ടാരക്കര പുലമൺ ജംഗ്ഷൻ എത്തി. ഞാൻ കാര്യം പറഞ്ഞിരുന്ന അറിഞ്ഞില്ല സ്ഥലം എത്തിയത് കേട്ടോ. അങ്ങനെ ആ ഒരു കാര്യം കഴിഞ്ഞ് ഇനി എൻ്റെ എന്താണ് പണി പെൻഡിങ് എന്നറിയാമോ? എൻ്റെ കാര്യങ്ങളെല്ലാം പെൻഡിങ് ആണ്. കാരണം ജോസാൻ എല്ലാ കാര്യവും ജോസാൻ്റെ സമയാസമയങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യും. എൻ്റെത് മാത്രമാണ് പെൻഡിങ്. ഇനി എൻ്റെ പെൻഡിങ് എന്ന് പറയുന്നത് എൻ്റെ പാസ്പോർട്ട് എക്സ്പയർ ആയി കിടക്കുക. അത് സംഭവം എന്തോന്നറിയാമോ? എൻ്റെ പാസ്പോർട്ട് എടുത്തപ്പം ബെഞ്ചി ജോസ് എന്നുള്ള പേരിലാണ് പാസ്പോർട്ട് എടുത്തത്. അന്ന് അത്ര അറിവില്ലായിരുന്നു. എല്ലാവരും പറഞ്ഞു കല്യാണം കഴിഞ്ഞ് അന്നേരം ഹസ്ബൻഡിൻ്റെ പേര് വരണം, അങ്ങനെ ചെയ്യണമെന്ന്. അതെടുക്കാൻ എന്തൊക്കെ നൂലാമാലകളാണ്. കാരണം എൻ്റെ അഡ്രസ്സ്, എൻ്റെ പേര്, സർട്ടിഫിക്കറ്റ് എല്ലാം ബെഞ്ചി ഏബ്രഹാം എന്നുള്ള പേരിലും. അതുകൊണ്ട് ആദ്യം തന്നെ പറയട്ടെ, കല്യാണം കഴിയുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുവെങ്കിൽ യാതൊരു കാരണവശാലും നമ്മുടെ ഒറിജിനൽ പ്രൂഫിനകത്ത് നമ്മുടെ സർട്ടിഫിക്കറ്റിലുള്ള പേര് മാത്രമല്ലാതെ വേറെ ഒന്നും വെക്കരുത്. പലരും പറയും കല്യാണം കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ പേരിൽ വേണം. അത് പക്ഷേ പുറത്തോട്ടൊക്കെ പോകുമ്പോഴാണ്, കേരളത്തിൽ മാത്രമാണെങ്കിൽ ഓക്കെ, അത് കഴിഞ്ഞിട്ട് പുറത്തോട്ടൊക്കെ പോകുമ്പോഴോ എന്തെങ്കിലും ഗവൺമെൻറ് പരമായിട്ടുള്ള എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടറിയുന്നത്. അപ്പം ഞാൻ അന്ന് അവിടെ ബെഞ്ചി ജോസ് എന്നുള്ള പേരിലെടുക്കാൻ മാരേജ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് കൂടാതെ അവർ കുറേ എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിച്ചു. അവസാനം ബെഞ്ചി ജോസ് എന്നുള്ള പേരിൽ മാരേജ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങി. അങ്ങനെ തുടങ്ങിയതാണ് ഈ താനെ ജനത ബാങ്ക്, സഹാരി ബാങ്കിൻ്റെ അക്കൗണ്ട്. ഇതിനു വേണ്ടി മാത്രം ബെഞ്ചി ജോസ് എന്നുള്ള പേരിൽ അങ്ങനെയാണ് പാസ്പോർട്ട് എടുക്കുന്നത്. പക്ഷേ ഇപ്പം ബാക്കിയുള്ള എൻ്റെ എല്ലാ പ്രൂഫിലും ബെഞ്ചി എബ്രഹാം അല്ലേ. ആധാർ ആയിക്കോട്ടെ, പാൻ കാർഡ് ആയിക്കോട്ടെ, വോട്ടർ ID ആയിക്കോട്ടെ, എല്ലാം ബെഞ്ചി എബ്രഹാമാണ്. അപ്പോൾ ഇതെൻ്റെ എക്സ്പയറി ആയി. അത് കഴിഞ്ഞിട്ട് പാസ്പോർട്ട് പുതുക്കാനുള്ള ഡേറ്റ് എടുക്കാനായിട്ട് ഈ അക്ഷയയിൽ ചെന്നപ്പോഴാണ് അവർ പറയുന്നത് ബോംബെയിലെ അഡ്രസ്സാണ് എൻ്റെ പാസ്പോർട്ടിൻ്റെ. ഓൾറെഡി ഇവിടുത്തെ ആധാർ ആക്കി. എനിക്ക് അഡ്രസ്സും ചേഞ്ച് ചെയ്യണം, പേരും ചേഞ്ച് ചെയ്യണം. പേര് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി നടക്കത്തില്ല. നടക്കണം എന്നുണ്ടെങ്കിൽ പത്രത്തിൽ, നമ്മുടെ പത്രം ഉണ്ടല്ലേ, കൗമുദി, ദീപിക, മംഗളം, മനോരമ, ഇങ്ങനെയൊക്കെയുള്ള 2 പത്രത്തിൽ നമ്മൾ
ഇത് കൊടുക്കണം. എന്ത് ചോദിച്ചാൽ പരസ്യം ബെഞ്ചി ജോസ് എന്നുള്ള പേര് മാറ്റി ബെഞ്ചി എബ്രഹാമിലോട്ടാക്കണം. എന്നാൽ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഫുൾ പേര് മാറ്റുമല്ലല്ലോ, എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം ബെഞ്ചി എബ്രഹാം എന്നുള്ള പേരിലുണ്ടല്ലോ. അപ്പോൾ അത് അംഗീകരിക്കത്തില്ല. പത്രത്തിൽ ഏതെങ്കിലും 2 പത്രത്തിൽ പരസ്യം കൊടുത്ത് ആ 2 പരസ്യത്തിൻ്റെ പേപ്പർ കട്ടുമായിട്ട് പാസ്പോർട്ട് ഓഫീസിൽ പോയെങ്കിലേ എൻ്റെ അഡ്രസ്സ് മാറ്റാൻ പറ്റൂ. ബെഞ്ചി ജോസ് മാറ്റി ബെഞ്ചി എബ്രഹാമിലോട്ടാക്കാൻ പറ്റൂ. അഡ്രസ്സ് മാറ്റാനെങ്കിൽ പേപ്പർ കട്ടിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഈ പേര് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഇഷ്യൂ വന്നത്. പത്രത്തിൽ കൊടുക്കണമെന്നുള്ള അതും ഗുലുമാലായി കിടക്കുകയാണ്. ഇനി എൻ്റെ അതാണ് ഒരു ജോലി, അത് ഉടനെ ചെയ്യണം. ഒത്തിരി പേർക്ക് പുതിയ അറിവാണ് കേട്ടോ ഏത്തക്കായ അല്ലെങ്കിൽ നേന്ത്രക്കായ പുഴുങ്ങുന്നത്. പഴുത്തത് പുഴുങ്ങാറുണ്ട്, പക്ഷേ എനിക്കുണ്ടല്ലോ പഴുത്തത് പുഴുങ്ങുന്നത് അത്ര ഇഷ്ടമില്ല. ജോസാന് പഴുത്തത് പുഴുങ്ങുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ചെറുതായിട്ട് മധുരം വെച്ചത് പോലും പുഴുങ്ങുന്നത് അത്ര പ്രിയമില്ല. പഴുത്തത് പച്ചയ്ക്ക് തന്നെ തിന്നാനാണ് എനിക്കിഷ്ടം. ജോസാന് മറ്റേത് ഇഷ്ടമാണ്, പഴുത്തത് പുഴുങ്ങി തിന്നാൻ. ഞാനത് ഫേസ്ബുക്കിൽ ഇട്ടായിരുന്നേ ആ വീഡിയോ. അപ്പോൾ കുറേ പേര് മെസ്സേജ് ഇട്ട് പുതിയ അറിവാണെന്ന്. എനിക്ക് അതിശയമായിപ്പോയി, ഇത് പുതിയ അറിവാണോ എന്ന്. അപ്പം ഞാൻ അന്ന് ആ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാടൻ കായയുടെ തൊലി ഞാൻ കഴിക്കുമെന്ന് കേട്ടോ. കുറേ പേര് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ട് വെൻസി മാത്രമല്ല കേട്ടോ ഞങ്ങളും കഴിക്കുമെന്ന്. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. കാരണം ജോസൻ എന്നെ കളിയാക്കും അതൊക്കെ തിന്നുമ്പോൾ. എന്തുവാടി നീ പശുവാണോ, നീ ആടാണോ എന്നൊക്കെ ചോദിക്കും. ഇപ്പം തീർന്നല്ലോ. ഏത്തക്കായുടെ തൊലിയിൽ ഗുണം ഞാൻ അന്നേരം പറയും ജോസാന് ഏത്തക്കായുടെ തൊലിയോ തൊണ്ടോ എങ്ങനെ വേണേലും പറയാം, തോടെന്നും പറയാം. അതും പയറൂടിട്ട് തോരൻ വെച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഉണ്ടെങ്കിൽ പുഴുങ്ങിയൻ്റെ തൊലി കഴിക്കുന്നതിന് എന്താണ് പ്രശ്നം? പക്ഷെ അത് നല്ല കായാന്നേലേ കൊള്ളാവൂ കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ വാടിയ കായൊക്കെ ആണെങ്കിൽ ഒരുമാതിരി ചവറ് പോലെ ഇരിക്കും, പിശട് പോലെ. അത് കൊള്ളില്ല. നല്ല കായാണെങ്കിൽ അതിൻ്റെ തൊലി പുഴുങ്ങിയത് കഴിക്കാം. അപ്പോൾ വീട്ടിൽ വന്ന ശേഷം ആദ്യത്തെ പണി ഉള്ളിയെല്ലാം ക്ലീൻ ചെയ്ത് സെപ്പറേറ്റ് മാറ്റിയിടുക. കാരണം ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടല്ലോ, കൊച്ചുള്ളിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നാൽ അന്നേരം തന്നെ അതിൻ്റെ തൊലി ഒത്തിരി ഉള്ളതൊക്കെ അങ്ങ് കളഞ്ഞ് പന്നലൊക്കെ മാറ്റി ഇങ്ങനെ പ്രത്യേകം മാറ്റിയിടും. അന്നേരം ബാക്കിയുള്ളത് പെട്ടെന്ന് കേടാകില്ല. കാരണം ഒരു ഉള്ളിയെങ്കിലും മോശമായിട്ടുള്ളതോ അളിഞ്ഞതോ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാം നശിച്ചു പോകും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ അങ്ങ് സെപ്പറേറ്റ് ആക്കി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കും. എന്നിട്ട് പെട്ടെന്ന് കേടാവാൻ ചാൻസ് ഉള്ള സവാളയോ കൊച്ചുള്ളിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് മാറ്റി വെച്ചത് കാണിച്ചില്ലേ, അത് അന്നേരം തന്നെ അങ്ങ് പൊളിച്ച് ഫ്രിഡ്ജിൽ വെക്കും. അത് ഫ്രിഡ്ജിൽ ഒത്തിരി ദിവസത്തേക്കൊന്നും കാണത്തില്ല. പൊതുവേ ഉള്ളിയൊന്നും ഫ്രിഡ്ജിൽ വെക്കരുതെന്നാണ് പറയുന്നത് കേട്ടോ. പക്ഷേ ഞാനിത് ഇപ്പോൾ ഇന്ന് വൈകിട്ടല്ലേ, നാളെ കൊണ്ട് ആ ഉള്ളി തീരും. പിന്നെ ഇത് നമ്മുടെ അടുത്ത വീട്ടിൽ നിന്നാണ് നാടൻകായ എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് ഒത്തിരി പേര് നേന്ത്രക്കായ ഉണങ്ങിയത് ചോദിക്കുന്നുണ്ട്. ഞാൻ അടുത്ത വീട്ടിൽ ഒരു കൊല ചോദിച്ച് വെച്ചിട്ടുണ്ട്. കിട്ടുവാണെന്നുണ്ടെങ്കിൽ നേന്ത്രക്ക ഉണങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അത്യാവശ്യം പറഞ്ഞവർക്ക് ഞാൻ പുറത്തുനിന്ന് എടുത്ത് കൊടുക്കുകയായിരുന്നു. ഇനിയിപ്പോൾ നേന്ത്രക്ക നല്ല ഉണക്കമുണ്ടല്ലോ, വീട്ടിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഞാൻ പൊളിച്ച് വെച്ച ഉള്ളി. ഇതിപ്പോൾ ഫ്രിഡ്ജിലോട്ട് വെക്കും, കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഈ വീഡിയോ എത്രത്തോളം പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നറിയില്ല. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലസ് യു.